ഹലോ, അപ്പോൾ എൻ്റെ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് കഷ്ണമുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തത് സവാളയാണ്. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. 4 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് സവാള എടുക്കുക. 2 സവാള ഞാൻ എടുത്തു. ഒരു തക്കാളി ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എടുത്തു. ഞാൻ അതിന് ശേഷം 2 പച്ചമുളക് നെടുകെ കീറിയതെടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. വെളുത്തുള്ളി എടുത്തു, സവാള എടുത്തു, തക്കാളി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് സാധാരണ വീട്ടിൽ എന്നുള്ള പച്ചക്കറി തന്നെയാണ്. പിന്നെ നമുക്ക് മുട്ട എപ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് കഷ്ണമായിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് നടുവേ കീറിയിട്ട് മഞ്ഞക്കരി എടുത്ത് മാറ്റി വെച്ചു. മഞ്ഞക്കരി സെപ്പറേറ്റ് ചെയ്യണം, അത് അരിവോ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി ഞാൻ മുട്ടയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തു. 4 മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ട് മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പം ഈ മുട്ട ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കഷ്ണം കിട്ടും. നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് പീസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും കറി വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു. അതിലേക്ക് പാൻ എടുത്ത് വെച്ചു. പാൻ ചൂടായപ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കറിയിൽ. പിന്നെ ഞാൻ കടുക് പൊട്ടിക്കാനിട്ടു. നല്ല കടുക് മണി ടിപ്പ് 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 എന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ടായിരുന്നു. കടുക് പൊട്ടിയതിന് ശേഷം ഞാനപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നു. കാരണം ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന എല്ലാ കറിക്കും ഞാൻ ജീരകം ഇടും. എനിക്കറിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ജീരകവും ഒന്നും പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് പച്ചമുളക് ഇട്ടു. പച്ചമുളക് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളിയും ഒന്ന് ബ്രൗണിഷ് ആണ് നോക്കിയിരിക്കേണ്ട. വെളുത്തുള്ളി ഒന്ന് വാടിയൊരു ടൈം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടു. ഇനി ഒരു തക്കാളിക്ക് പ്രത്യേകതയുണ്ട്, അറിയാമായിരിക്കാം. തക്കാളി ആദ്യം ഇട്ട് വഴറ്റുന്നതും സവാള ഇട്ടതിന് ശേഷം വഴറ്റുന്നതും രണ്ടും 2 ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഞാൻ എന്തായാലും തക്കാളി ആദ്യം ഒന്ന് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആയി, അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അടുത്ത സവാള ഇട്ടു. സവാള, തക്കാളി ഇതൊക്കെ എല്ലാ കറിക്കും മസ്റ്റാണല്ലോ. എന്നാലും സവാള ഇട്ടു. ഇനി അത് വാടി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഉപ്പിടുക എന്ന് പറയുന്നത് പെട്ടെന്ന് വാടി വരും എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ഇപ്പോഴേക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എണ്ണ ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി വരുന്ന സവാളയ്ക്കകത്തേക്ക് കുറച്ച് ഉപ്പിടുമ്പോൾ സവാളയുടെ ആ ഉപ്പിനൊരു വെള്ളമയമുണ്ട്. ആ വെള്ളമയം വീഴുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വാടി ഒരു മാതിരി, മീൻസ് എന്താ പറയുക, എന്നാൽ ബ്രൗണിഷും അല്ല, എന്നാൽ അതങ്ങനെ ആ തന്നെ ഇരിക്കുന്ന ഒരു പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് വാടി വരണം. ഇനിയിപ്പം ബ്രൗണിഷ് കളർ ആവണം. ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ആദ്യം ചേർക്കാം, തക്കാളി വേണമെങ്കിൽ രണ്ടാമത് വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. പിന്നെ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് ഫുള്ളൊന്ന് വഴറ്റി ചൂടാവുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഞാനിട്ടത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ സാദാ മുളക് പൊടി ഇട്ടു. അങ്ങനെ ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടില്ല. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് അത് ചൂടാക്കി എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇത്രയും മസാല ഇട്ടിട്ട് അതിനൊരു വെളിച്ചെണ്ണ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട്, ഈ മസാലയെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത്. വെള്ളം ഒഴിച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ മഞ്ഞക്കരിവാണ് എടുത്തിട്ടത്. ആദ്യം ആ മഞ്ഞക്കരി അതിനകത്തേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന മുട്ട അതിലേക്കിട്ടു. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. ഇനിയും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറി വെച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ജീരകമൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് വേറൊന്നും ഇടാഞ്ഞത്. ഇനിയും ഗരം മസാല അതിനകത്തേക്ക് ഇട്ടാൽ നമുക്ക് വേറൊരു ടേസ്റ്റ്, നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അതിലേക്ക് ഞാൻ എന്തായാലും മസാലയൊക്കെ പിടിച്ചു ഒന്ന് ചൂടായി. അപ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അതൊന്ന് നമുക്ക് വേകാൻ വെക്കണം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മുട്ടയ്ക്കകത്ത് പിടിക്കണം. എപ്പോഴും മുട്ട കറി അല്ലാതെ പുഴുങ്ങി വെക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുത്താൽ അതിനകത്തേക്ക് ആ മസാല പിടിക്കുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കണം. അപ്പം അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക്
തിളപ്പിക്കാം. വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവും വരും. അപ്പോൾ ഞാൻ എന്തായാലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. ആദ്യം ഈ മസാലയെല്ലാം ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ ആ തിളച്ച ആ ടൈം കൊണ്ട് ഇനിയിപ്പോൾ ഇതാവാന്നില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഇനി പാത്രം അടച്ചു വെച്ച് വേവിക്കാം. പാത്രം എന്താ അടച്ചു വെച്ചു, ഞാൻ വേവിക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഞാനൊരു 3 to 5 minutes ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. അത് ഇതാണ്ട് നേരത്തെ തിളച്ച് നല്ല മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ചു. അങ്ങനെ ഞാൻ ശകലം ചപ്പാത്തിയൊക്കെ എടുത്ത് ആ മുട്ടക്കറി ഓരോ കഷ്ണമായിട്ട് എടുത്ത് നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.